ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാൻഡി ലേക്ക് വ്യൂ ആണ്. ഇപ്പൊ ഭഗീരവികാന്ത ടെമ്പിൾ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് ടെമ്പിൾ ഓഫ് ടൂത്ത് ത്രില്ലിക്കാണ്. ഇത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പൊ ഇതിന് നമ്മൾ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്താന്ന് വെച്ചാൽ ബുദ്ധയ്ക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഇതേ നമ്മൾ ടെമ്പിൾ ഓഫ് ടൂത്ത് വന്നു. ഉള്ളിലോട്ട് പോകാൻ പോവാണ്. മാസ്ക് ഇടണം. നമുക്കുള്ളിലെ കാഴ്ചകൾ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെമ്പിൾ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധന്റെ ടൂത്ത് ആണ് ഇവിടെയുള്ളത്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും. ഒത്തിരി വർഷം പഴക്കമുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അത് നമുക്ക് ടെമ്പിൾ ഓഫ് ടൂത്ത് ഉള്ളിലോട്ട് ഈ മുമ്പിൽ പോകുന്ന ചേട്ടൻ നമ്മുടെ ഗൈഡാണ്. നമ്മൾ ഇവിടുത്തെ ശ്രീലങ്കൻ മണി 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു ടെമ്പിളിന്റെ ഹിസ്റ്ററി അറിയാൻ ഒരു ഗൈഡിന്റെ സഹായം വേണമെന്ന് തോന്നി. ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ വെച്ച് നടത്തുന്ന പൂജാതി കർമ്മങ്ങൾ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയില്ല. കുറച്ച് കാര്യങ്ങളെ കാണാൻ പറ്റും. കാണാൻ പറ്റുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ബുദ്ധന്റെ പല്ല് വെച്ചിരിക്കുന്ന ഈ ഗർഭഗൃഹയ്ക്ക് ചുറ്റും നമുക്കൊന്ന് കാണാം അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയുണ്ട്. എല്ലാ സമയത്തും വന്നാലും നമുക്ക് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. 4 സമയങ്ങളിലായിട്ടാണുള്ളത്. അതിലൊരു സമയം 10 മണിയാണ്. ഇപ്പൊ 10 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂജകളിൽ കാണാൻ പറ്റും. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് സ്തൂപയുടെ മുമ്പിൽ വെക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ബുദ്ധിസം ആക്രമിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ UP-യിൽ നിന്ന് ഹേമമായ എന്നും സുഗന്ധദ് എന്നും പറഞ്ഞ രാജാവും രാജ്ഞിയും ബുദ്ധന്റെ അവശിഷ്ടമായ പല്ല് സംരക്ഷിക്കുന്നതിനായി അവിടുന്ന് രാജ്യം വിടുന്നു. അവര് അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ സ്വയരക്ഷാർത്ഥം
ആ ബുദ്ധന്റെ ടൂത്തുമായിട്ട് ശ്രീലങ്കയിൽ എത്തുകയും ഇവിടുത്തെ രാജാവിനെ കണ്ട് കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടെ ഇതിവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി മ്യൂസിയംസ് ഉണ്ട്, അവിടെ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. പക്ഷെ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പല രാജ്യങ്ങളിൽ നിന്ന് സംഭാവന ചെയ്ത ബുദ്ധന്റെ പ്രതിമ ഇവിടെ ഉണ്ട്. ബുദ്ധന്റെ പല്ല് എത്താനുണ്ടായ സാഹചര്യം മുഴുവൻ ഇവിടെ കഥയായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ദിവസവും രാത്രി 7 മണിയാകുമ്പോൾ ഒരു കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ happened. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.